Next question. The electricity bill. The electricity bill of a certain establishment is partly fixed and partly varies as the number of units of electricity consumed. When in a certain month 540 units were consumed, the bill was rupees 1800. In another month when the consumption was 620 units, then the bill was 2040 rupees. In yet another month the consumption was 500 units. Find the bill for that month. Okay, yes. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും വായിച്ച പാടെ ഒരു ഐഡിയ ഇല്ലാതെ ഭയങ്കര വേഗമായി ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സിമ്പിളായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്, ഒരു പ്രത്യേകതരം സിസ്റ്റം ഫോളോ ചെയ്യുവാണ് ഇലക്ട്രിസിറ്റി ബില്ലിന്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിന് പല സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പല കൺട്രീസ് പല രീതിയിലുള്ള സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട് അല്ലേ. കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, നമ്മൾ അധികം കേട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് യൂണിറ്റ് കൺസംഷൻ വരെ, ഇപ്പോൾ ഒരു മിനിമം യൂണിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 100 യൂണിറ്റ്സ് വരെ അല്ലേ, ഒരു 100 യൂണിറ്റ്സ് വരെ നമുക്ക് എന്ത് പറയാം, ഒരു 100 യൂണിറ്റ്സ് വരെ ഒരു യൂണിറ്റിന് ഒരു പ്രത്യേക എമൗണ്ടാണ്. 100 യൂണിറ്റ്സിന് ശേഷം ഓരോ യൂണിറ്റ് കൺസംഷനും അതിൻ്റെ എമൗണ്ടിന് വേരിയേഷൻ ഉണ്ട്. സോ ഇങ്ങനത്തെ രീതിയിലുള്ള സിസ്റ്റം ചിലർ ഫോളോ ചെയ്യാറുണ്ട്. സോ അതേപോലെ ഇവിടുത്തെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ഒരു പ്രത്യേക സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യത്തിൽ. എങ്ങനെയാണ് അതിന് ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു എമൗണ്ട് അത് ഫിക്സ്ഡ് ആണ്. അതിപ്പോൾ ഞാൻ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്താലും, ഞാൻ 1000 യൂണിറ്റ് കൺസ്യൂം ചെയ്താലും, ഞാൻ 500 യൂണിറ്റ് കൺസ്യൂം ചെയ്താലും, ഞാൻ 540 കൺസ്യൂം ചെയ്താലും, ഒരു 5 യൂണിറ്റ്സ് ഞാൻ കൺസ്യൂം ചെയ്താലും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഞാൻ സപ്പോസ് അതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയെന്ന് വിചാരിച്ചോളൂ. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഈ ഫിക്സ്ഡ് എമൗണ്ട് ഹാസ് നോ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് നോട്ട് ഡിപ്പെൻഡിങ്. ഈ ഫിക്സ്ഡ് എമൗണ്ട് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡിന് ഡിപ്പെൻഡ്, നോട്ട് റിലേറ്റഡ് ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. യൂണിറ്റ്സ് കൺസ്യൂംഡും ഈ ഒരു ഫിക്സ്ഡ് എമൗണ്ടും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഈ എമൗണ്ട് ഫിക്സ്ഡ് ആണ്. മനസ്സിലായോ? ഇനി ആൻഡ് പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരീസ്.
ആസ് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഇലക്ട്രിസിറ്റി കൺസ്യൂം. സോ ഈ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫിക്സ്ഡ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യണം നമ്പർ ഓഫ് യൂണിറ്റ്സുമായിട്ട് കണക്ഷൻ ഉള്ളത് ആർക്കാണ്? രണ്ടാമത്തെ പാർട്ടിനാണ്. നമ്മൾ കൺസ്യൂം ചെയ്യണം നമ്പർ ഓഫ് യൂണിറ്റ്സുമായിട്ട് കണക്ഷൻ ഉള്ളത് ആർക്കാണ്? രണ്ടാമത്തെ പാർട്ടിനാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ പെർ യൂണിറ്റിൻ്റെ ചാർജ് ഇപ്പോൾ ₹y ആണെന്ന് വിചാരിക്കാം. പെർ യൂണിറ്റിൻ്റെ ചാർജ് സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ₹y ആണെങ്കിൽ നമ്മുടെ 540 യൂണിറ്റ്സിൻ്റെ ചാർജ് എന്തായിരിക്കും? 540 × y ആണ്. ഇനി ഇത് എത്ര യൂണിറ്റ്സിൻ്റെ ആണ്? ഇത് 540 യൂണിറ്റ്സിൻ്റെ ആണ്. ഇനി എനിക്ക് എൻ്റെ ക്വസ്റ്റ്യനിൽ അവർ 620 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അവരെനിക്ക് എന്ത് തന്നിട്ടുണ്ട്? 620 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചത് 500 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 620 യൂണിറ്റ്സ് ആണെങ്കിൽ എങ്ങനെ വരും? ഈ എക്സിൻ്റെ പാർട്ട് സെയിം ആണ്, പ്ലസ് 620 × y. 500 യൂണിറ്റ് ആണെങ്കിലും എക്സിൻ്റെ പാർട്ട് ഉണ്ടാവും, അത് നിർബന്ധമായിട്ടും ഉണ്ടാവും, പ്ലസ് 500 × y. മനസ്സിലായോ? എന്നോട് ചോദിച്ചത് 500 യൂണിറ്റ് ആണെങ്കിൽ ബില്ല് എത്രയാണെന്നാണ് ചോദിച്ചത്. എക്സിൻ്റെ വാല്യൂ, ഈ ഫിക്സ്ഡ് എമൗണ്ടിൻ്റെ വാല്യൂ എന്താണ്, അതേപോലെ ഈ വൈയുടെ വാല്യൂ എന്താണ്, ഒരു യൂണിറ്റിൻ്റെ ചാർജ് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? ഒരു പാർട്ട്, 2 പാർട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്. ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് ആണ്, റിമൈൻസ് അൺചേഞ്ച്. അതിൽ ഒരു മാറ്റവും ഇല്ല, യൂണിറ്റ്സും അതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ, നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ പേ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ യൂണിറ്റ്സേ കൺസ്യൂം ചെയ്തില്ല. ഇപ്പോൾ ഒരു 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത്. സേ ഫോർ എക്സാമ്പിൾ 2 മാസം വെക്കേഷന് ആരെങ്കിലും ഫോറിൻ കൺട്രീസിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 2 മാസം ഒരു സമ്മർ വെക്കേഷനിൽ ഫോറിൻ കൺട്രീസിലേക്ക് ആരെങ്കിലും ടൂർ പോയി എന്ന് വിചാരിക്കുക. ആ 2 മാസം നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ അടച്ചിട്ടേക്കുന്ന വീട്ടിൽ ആരാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്? ബട്ട് സ്റ്റിൽ എന്നാലും എന്താണ്? ഈ ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. സോ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫിക്സ്ഡ് എമൗണ്ട് പേ ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തതെന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 540 യൂണിറ്റ്സ് ആയിരുന്നപ്പം വന്ന ബില്ല് 1800 ആണ്. 620 യൂണിറ്റ്സ് ആയപ്പോൾ വന്ന ബില്ല് 2040 ആണ്. ക്ലിയർ ആയല്ലോ? സോ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ മാറ്റാം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഈ 1800 എന്തൊക്കെയുണ്ട്? 1800 എക്സ് ഉണ്ട്, 1800 എക്സ് ഉണ്ട്. അതേപോലെ പിന്നെ എന്തുണ്ട്? 540 × y ഉണ്ട്. അതേപോലെ 2040 എന്തുണ്ട്? 2040 എക്സ് ഉണ്ട്. അതേപോലെ എന്തുണ്ട്? അതേപോലെ 620 × y ഉണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എക്സ് പ്ലസ് 540y is equal to 1800. Equation number 1. X plus 620y is equal to 2040. Equation 2. ഇവർ രണ്ടുപേരെയും ഞാൻ മൈനസ് ചെയ്യാൻ പോവാണ്. അതായത് 2 - 1. 2 നിന്ന് ഞാൻ 1 മൈനസ് ചെയ്യാൻ പോവാണ്. മൈനസ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, എക്സ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ 0 ആയി. സോ എനിക്ക് എന്ത് ക്യാൻസലായി? എക്സ് ക്യാൻസലായി. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇതെന്താണ്? ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. സോ ഈ ലീനിയർ ഇക്വേഷൻ നമ്മൾ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഈ ലീനിയർ ഇക്വേഷൻസിൽ നമ്മൾ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറ്? ആഡ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, ചിലപ്പോൾ ഏതെങ്കിലും നമ്പർ ഒരു വേരിയബിൾ ക്യാൻസൽ ചെയ്തിട്ട് മറ്റേതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ജനറലി കണ്ടുപിടിക്കാറ്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ എക്സും 2x ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ മറ്റേ ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ക്യാൻസൽ ചെയ്തേനെ. ഇപ്പോൾ ഇവിടെ രണ്ടും എക്സ് ആണ്. സോ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 620 - 540 കിട്ടും. 0 നിന്ന് 0 പോയാൽ 620 - 540 അല്ലേ? ഓക്കെ, അപ്പോൾ 620 നമുക്ക് ആദ്യം 20 കുറയ്ക്കാം, നമുക്ക് 60 കിട്ടും. 60 അല്ല, 600. 620 ആദ്യം 540 20 കുറച്ചാൽ നമുക്ക് 600 കിട്ടും. 600 നമുക്ക് 500 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 500 കുറച്ചാൽ നമുക്ക് 100 കിട്ടും.
100 നമ്മൾ ഒരു 20 കൂടെ കുറച്ചാൽ നമുക്ക് എന്തായി 80 ആയി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതാണോ കിട്ടണത്. 0 നിന്ന് 0 പോകുമ്പോൾ 0, 12 നിന്ന് 4 പോയാൽ 80. സോ എനിക്കിവിടെ എന്ത് കിട്ടി? 80y ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കാം, ഇത് നമുക്ക് കുറയ്ക്കാം. 2040 1800 240. അപ്പോൾ 80y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 80y ഈസ് ഈക്വൽ ടു നമുക്ക് 240 rupees എന്ന് കിട്ടി. സോ ഈ 0 ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു 3 rupees എന്ന് കിട്ടി. y ഈസ് ഈക്വൽ ടു 3 rupees എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ചാർജ് എന്നാണ്. ഈ y എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റിൻ്റെ ചാർജാണ് അല്ലേ? y എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റിന് അവർ എന്താണ് ചാർജ് ചെയ്യുന്ന പൈസയാണ്. സോ നമുക്ക് കിട്ടി y ഈസ് ഈക്വൽ ടു 3 rupees. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ ഈ വൈയുടെ വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അപ്ലൈ ചെയ്ത് നമുക്ക് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, എക്സ് പ്ലസ് 540 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 1800. ഓക്കെ, 540 ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുവാണ്? 3 കൊടുക്കുവാണ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, എക്സ് പ്ലസ് നമ്മൾ നോക്കുമ്പോൾ 540 ഇൻറ്റു 3 ആണല്ലേ? യെസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ 540 ഇൻറ്റു 3നെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോവാണ്. 540 ഇൻറ്റു 3നെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ 1800നെ എനിക്ക് എങ്ങനെ എഴുതാം? 600 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? 1800നെ എനിക്ക് 600 ഇൻറ്റു 3 എന്ന് എഴുതാം. നോക്കിക്കോളൂ, 600 ഇൻറ്റു 3 മൈനസ് 540 ഇൻറ്റു 3. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ 3 എന്ന് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് സ്ഥലത്തും എന്തുണ്ട്? 3 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. സോ ഞാൻ ഈ 3നെ കോമൺ ആയിട്ട് എടുക്കുവാണ്. 3നെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 600 നിന്ന് 540 പോയാൽ എനിക്ക് എന്ത് കിട്ടും? 600 നിന്ന് 540 പോയാൽ എനിക്ക് 60 കിട്ടും. 600 നിന്ന് 540 പോയാൽ എനിക്ക് കിട്ടുന്ന ആൻസർ 60 ആണ്. 3 ഇൻറ്റു 60 180 ആണ്. 3 ഇൻറ്റു 60 180 ആണ്. സോ എനിക്ക് എൻ്റെ ഫിക്സ്ഡ് ചാർജും കിട്ടി. എൻ്റെ ഫിക്സ്ഡ് ചാർജ് എത്രയാണ്? ഫിക്സ്ഡ് ചാർജ് 180 rupees ആണ്. ഒരു യൂണിറ്റിൻ്റെ ചാർജ് എന്താണ്? ഒരു യൂണിറ്റിൻ്റെ ചാർജ് 3 rupees ആണ്. സോ എനിക്ക് 500 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രണ്ടും കിട്ടി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 540 ഇൻറ്റു 3 ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ഈ സെയിം ആൻസറാണ് കിട്ടുക. ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം കാൽക്കുലേഷൻ 54നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1800 നിന്ന് നമ്മളത് മൈനസ് ചെയ്യണതിനേക്കാളും ഈസിയാണ് 600 നിന്ന് 540 കുറച്ചിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ കിട്ടുന്ന ആൻസറിനെ 3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ക്ലിയർ ആയല്ലോ? സോ 180 കിട്ടി. അതേപോലെ ഒരു യൂണിറ്റിൻ്റെ ചാർജ് നമുക്ക് എന്ത് കിട്ടി? 3 യൂണിറ്റ്സ് എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താണ്? 500 യൂണിറ്റ്സ് ആണ്. സോ 180 പ്ലസ് 500 ഇൻറ്റു 3 അല്ലേ? 180 പ്ലസ് 500 ഇൻറ്റു 3. 500 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 1500 ആണ്. 1500-ലൂടെ 100 കൂട്ടിയാൽ 1600, അതിൻ്റെ കൂടെ 80 കൂട്ടിയാൽ എന്ത് കിട്ടും? 1680. അപ്പോൾ 500 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യണതെങ്കിൽ അല്ലേ? എത്രയാണ് അവരുടെ ബില്ല് വരിക? 1680 rupees. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇനിയിപ്പോൾ 620 എടുത്താൽ ഈ സെയിം ആൻസർ ആണോ കിട്ടേണ്ടത്? നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, എക്സ് പ്ലസ് 620 ഇൻറ്റു 3 മൈനസ് 2040 മൈനസ് അല്ല ഇവിടെ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു 2040. 2040യും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാനാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചത്. ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഡിവിസിബിലിറ്റി റൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. സോ അത് അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കണേ ഡിവിസിബിലിറ്റി റൂൾസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും, ബാലൻസ് 2, 680 ആണ്. സോ 2040നെ 680 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 680 മൈനസ് 620 ഇൻറ്റു 3 ആണ് അല്ലേ? 680ന്ന് 620 പോയാൽ നമുക്ക് 60 കിട്ടും. 60 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 180 കിട്ടും. 60 ഇൻറ്റു 3 ചെയ്യുമ്പം 180
180 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പോൾ ഇനി ഈ 180 വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1680 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ കാൽക്കുലേഷൻസ് എപ്പോഴും എങ്ങനെ നമുക്ക് ഒരു സിംപ്ലർ ആക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പല പല ഐഡിയാസ് നമ്മളിങ്ങനെ പറഞ്ഞു പോകും. സോ ഈ ഐഡിയാസൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണ സമയത്ത് ഇത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 18 × 5 = ഒരു x പ്ലസ് 18 × 5 = 125 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. 18 × x + 18 × 5 = 125 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 5 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 5 കൊണ്ട് ആ നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? 25 × 5 ആണെന്ന് പറയാം. അപ്പോൾ x = 25 - 18 × 5 ആണ്. അപ്പോൾ നമുക്ക് 7 × 5 35 എന്ന് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? 18 × 5 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? 18 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് 90 ആണ്. 90 ന്ന് 125 കുറയ്ക്കുമ്പോൾ സെയിം ആൻസർ ആണ് കിട്ടണത്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും അങ്ങനത്തെ കുറേ പ്രോസസ്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്. സോ ഇതിപ്പോൾ 18ഉം 125ഉം സിമ്പിളായ ഒരു നമ്പറാണ്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്പേഴ്സ് അത്ര സിമ്പിൾ അല്ല അല്ലേ? യെസ്. A diamond broke into 3 parts. The ratio of weight of three parts is 2:3:4. The price of diamond is directly proportional to its square. Directly proportional to its weights square. Okay. If the loss, if a loss of rupees 52,000 occurred due to the breaking of diamond, then what was the starting price of diamond? ഓക്കെ. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു ഡയമണ്ട് ഉണ്ട്, അത് 3 പാർട്സായിട്ട് ബ്രേക്കായി. ബ്രേക്കായ സമയത്ത് അതിൻ്റെ റേഷ്യോ എന്താണ്? ആ ബ്രേക്കായ പാർട്സിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ 2:3:4 ആണ്. പ്രൈസ് ഓഫ് ദ ഡയമണ്ട് എന്ന്, ഡയമണ്ടിൻ്റെ പ്രൈസ് ഇപ്പോൾ P ആണെന്ന് വിചാരിക്കുക. അത് ആ ഡയമണ്ടിൻ്റെ വെയ്റ്റിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ആ ഡയമണ്ടിൻ്റെ വെയ്റ്റിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഹൗ ഈസ് ദ പ്രൈസ് ഓഫ് ദ ഡയമണ്ട് ആൻഡ് വെയ്റ്റ് ഓഫ് ദ ഡയമണ്ട് റിലേറ്റഡ് എന്ന് ചോദിച്ചാൽ, പ്രൈസ് എന്ന് പറയണത് ആ വെയ്റ്റ് ഓഫ് ദ ഡയമണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എന്തുണ്ടായി? ഒരു ലോസ് ഉണ്ടായി. ഡയമണ്ട് ബ്രേക്ക് ആയതുകൊണ്ട്, ഡയമണ്ട് പൊട്ടിപ്പോയതുകൊണ്ട് അല്ലേ, ഒരു ലോസ് ഉണ്ടായി. എത്ര രൂപയുടെ ലോസാണ് വന്നത്? 52,000 rupees.
ലോസ് ആണ് വന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഡയമണ്ട് പൊട്ടാതെ ഒരു സിംഗിൾ പീസ് ആയിരുന്നെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ അതിനെ എക്സ് റുപ്പീസിനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക, വിറ്റത് എക്സ് റുപ്പീസിനാണ്. പക്ഷെ ഇതിങ്ങനെ പല പാർട്സ് ആയി കഴിഞ്ഞപ്പം നമ്മൾ അതിനെ വിറ്റത് 5 റുപ്പീസിനാണ്. ഈ എക്സ് റുപ്പീസ് മൈനസ് 5 റുപ്പീസ് ആണ് എന്ത്, ഈ 52,000 എന്ത് വന്നു, നഷ്ടം വന്നു. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഡയമണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കോളൂ. അതായത് പ്രൈസ് ഓഫ് ദ ഡയമണ്ട് എന്ന് പറയുന്നത് വെയ്റ്റിൻ്റെ സ്ക്വയറാണ് അല്ലേ, വെയ്റ്റിൻ്റെ സ്ക്വയറാണ്. വെയ്റ്റിൻ്റെ റേഷ്യോ 2:3:4 എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയ്റ്റ് എത്രയാണ്, 2 + 3 എന്താണ്, 2 + 3 5 ആണ്, 5 + 4 9 ആണ് എന്ത്, ടോട്ടൽ വെയ്റ്റ് അല്ലേ, 9 ആണ് ടോട്ടൽ വെയ്റ്റ്. ഒരു സിംഗിൾ പീസ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഡയമണ്ടിൻ്റെ പ്രൈസായ എക്സ് എന്ന് പറയണത് എന്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, 9² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 81. നമുക്കിതിന് വേണമെങ്കിൽ ഇൻറ്റു കെ എന്ന് കൊടുക്കാവേ, ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 81. തൽക്കാലം നമുക്ക് കെ ഇൻറ്റു 81 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. വൈയുടെ കാര്യം നമ്മൾ പറയുമ്പം സെയിം ഫാക്ടറാണ്, കെ ഇൻറ്റു സെയിം ആണ്, കെ ഇൻറ്റു പിന്നെ നമ്മൾ എന്താണ് ഇവിടെ നമുക്കൊരു സിംഗിൾ പീസ് അല്ല, ഇവിടെ നമുക്ക് ആ വെയിറ്റ് ഒരു സിംഗിൾ പീസായിട്ടല്ല, 3 ഡിഫറെൻറ്റ് പീസാണ്. സോ നമുക്ക് എന്ത് പറയാം, 2² 4 ആണ്, 3² 9 ആണ്, 4² 16 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 + 9 13 ആണ്, 13 + 16 എന്താണ്, 29K ആണ്. 13 + 16 29K ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യാം, ഇതാണ് ആദ്യത്തെ പ്രൈസ്, ഇതാണ് രണ്ടാമത്തെ പ്രൈസ്, ഇതാണ് ആദ്യത്തെ പ്രൈസ്, ഇതാണ് രണ്ടാമത്തെ പ്രൈസ്. നോക്കിക്കോളൂ, ആദ്യത്തെ പ്രൈസ് എന്താണ്, 81K മൈനസ് 29K. കെ എന്ന് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാൻ വേണ്ടി പ്രൊപ്പോർഷണൽ ആ ഒരു സിമ്പൽ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈക്വൽ സൈൻ ആക്കിയത്. കെ എന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. സോ 81 മൈനസ് 29 എന്താണ്, നമുക്ക് ആയ എമൗണ്ടിൻ്റെ ലോസാണ് നമുക്ക് കിട്ടുക. ഈ റേഷ്യോക്കനുസരിച്ച് നമുക്ക് വന്ന എമൗണ്ടിൻ്റെ ലോസാണ് നമുക്ക് കിട്ടണേ. 81 മൈനസ് 29 ചെയ്യുമ്പം 11 നിന്ന് 9 പോയാൽ 2 ആണ്, 7 നിന്ന് 2 പോയാൽ 52 ആണ്. So 52 is equal to 52,000, that is equal to 1 is equal to 1000. So നമുക്ക് എന്ത് കിട്ടി, 1 is equal to 1000 എന്ന് കിട്ടി. 1 is equal to 1000 ആണെങ്കിൽ ആദ്യത്തെ പ്രൈസ് എന്താണ്, ആദ്യത്തെ പ്രൈസ് 9² ആണ്. സോ 81 into 1000 എന്താണ്, 81,000 ആണ്. രണ്ടാമത്തെ പ്രൈസ് ആണ് ചോദിച്ചതെങ്കിൽ രണ്ടാമത്തെ പ്രൈസ് 29 ആണ്, 29 into 1000 എന്താണ്, 29,000 ആണ്. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. അപ്പം ഇങ്ങനത്തെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Mixture contains wine and water in the ratio 3:2, and another mixture contains them in the ratio 4:5. How many liters of the latter must be mixed with 3 liters of the former so that
the resulting mixture may contain equal quantity of wine and water. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം രണ്ട് കോമ്പോണൻസോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയ കോമ്പോണൻസ് ആയാലും കുഴപ്പമില്ല. രണ്ട് മിക്സ്ചേഴ്സിൽ ഒരു പ്രത്യേക റേഷ്യോയിലാണ് അവന്മാർ രണ്ടുപേരും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു മിക്സ്ചർ കിട്ടും. സോ അതിലുള്ള റേഷ്യോയും കാര്യങ്ങളൊക്കെ അല്ലേ. സോ ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഇത് ആ സെയിം ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് നോക്കിക്കോളൂ. നമുക്ക് രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ട്. രണ്ട് മിക്സ്ചേഴ്സിലുമുള്ള സംഭവങ്ങൾ സെയിം ആണ്. നമുക്ക് വൈനും വാട്ടറും ആണ്. സോ രണ്ടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ W ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ലെറ്ററും കൂടെ കൺസിഡർ ചെയ്യാം. വൈനിനെ WI എന്നും വാട്ടറിനെ WA എന്നും ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഐ ഹാവ് 2 മിക്സ്ചേഴ്സ്. എൻ്റെ കയ്യിൽ എനിക്ക് 2 മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. നമുക്ക് ആദ്യത്തെ മിക്സ്ചറിൽ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. രണ്ടാമത്തെ മിക്സ്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത്, ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സംഭവം തന്നിട്ടുണ്ട്, A and B എന്ന് തന്നിട്ടുണ്ട്. ദ ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ നമുക്ക് ആദ്യം ആരെക്കുറിച്ചാണോ തന്നിട്ടുള്ളത് അതാണ് ഫോമർ. രണ്ടാമത് ആരാണോ തന്നിട്ടുള്ളത് അതാണ് ലാറ്റർ. ക്ലിയർ ആയാലും ആ ഒരു ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആളുടെ ക്വാണ്ടിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആൾ 3 ലിറ്റർ ആണെങ്കിൽ 3 ലിറ്റർ ആണെങ്കിൽ 3 ലിറ്റർ ഓഫ് ഫസ്റ്റ് മിക്സ്ചർ ഞാൻ രണ്ടാമത്തെ ആളുടെ എത്ര ലിറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എൻ്റെ ഫൈനൽ മിക്സ്ചറിലുള്ള വാട്ടറിൻ്റെയും വൈനിൻ്റെയും റേഷ്യോ 1:1. രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ റേഷ്യോ 1:1 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇതിനെ ഞാൻ X ലിറ്റർ എന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ മിക്സ്ചറിൻ്റെ വാല്യൂ ഞാൻ X ലിറ്റർ എന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ മിക്സ്ചർ നമുക്ക് തന്നിട്ടുണ്ട് 3 ലിറ്റർ ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോ കോമ്പോണൻസും എന്താണെന്ന് നോക്കിക്കോളൂ. ഇവിടെ 5:3 ആണ്. സോ 1:3/5. അപ്പോൾ ഇവിടെ 3 × 3/5 ഇവിടെ 9/5 ലിറ്റർ ആണ്. 2 × 3/5 ഇവിടെ എന്താണ്? 6/5 ലിറ്റർ ആണ്. ഒരു കാര്യം ഞാൻ റെഡിൽ എഴുതാം. എല്ലാം ബ്ലാക്കിൽ എഴുതിയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി തൽക്കാലം ഇവിടെ റെഡിൽ എഴുതാം. 9/5 ലിറ്റർ, 6/5 ലിറ്റർ. ഇനി രണ്ടാമത്തെ ആൾ നോക്കിക്കോളൂ. 9 X ലിറ്റർ ആണ്. സോ 1 X/9 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ 4X/9 ലിറ്റർ ആണ്. ഇവിടെ 5X/9 ലിറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരെ ഒന്നിച്ച് ആഡ് ചെയ്യും, ആ റേഷ്യോ എന്തിന് ഈക്വൽ ആണ്? ആ റേഷ്യോ 1:1 ഈക്വൽ ആണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ 9/5 പ്ലസ് 4X/9 ഡിവൈഡഡ് ബൈ 6/5 പ്ലസ് 5X/9 ഇസ് ഈക്വൽ ടു 1/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെ എഴുതാം. 9/5 പ്ലസ് 4X/9 ഇസ് ഈക്വൽ ടു 6/5 പ്ലസ് 5X/9. ഈ 6/5 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. നിങ്ങൾ എക്സാമിനേഷനിൽ നിങ്ങൾ ചെയ്യണ സമയത്ത് എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് ഈ സ്റ്റെപ്പ് മാർക്കൊന്നും ഇല്ല. നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തിയറി പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ മാത്സിൻ്റെ എക്സാമിനേഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്സിനൊക്കെ മാർക്സ് ഉണ്ട് അല്ലേ? മേ ബി ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും നമുക്ക് സ്റ്റെപ്പ് മാർക്സ് ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഒരു ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് അങ്ങനെ സ്റ്റെപ്പിൻ്റെ മാർക്കൊന്നുമില്ല. നിങ്ങൾ 10 സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയാലും നിങ്ങളൊരു സിംഗിൾ സ്റ്റെപ്പിലാണ് നിങ്ങൾ ആ ആൻസർ കണ്ടുപിടിക്കണതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ആൻസർ മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. സോ നിങ്ങൾക്ക് എത്ര സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് ഇവിടെ നിങ്ങൾ 1/1 ആണ്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു റേഷ്യോ ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. സോ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരാം. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് മൈനസ് ചെയ്ത് ഞാനിപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്കത് ചെയ്ത് കാണിക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാം. 9/5 നിന്ന് 6/5 പോയാൽ നമുക്ക് 3/5 കിട്ടും. അതേപോലെ 5X/9 നിന്ന് 4X/9 പോയാൽ നമുക്ക് എന്ത് കിട്ടും? X/9 കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ.
x/9 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാൻ 9നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടി 27/5 എന്ന് കിട്ടിയില്ലേ? നമുക്ക് എന്ത് കിട്ടി? 27/5 എന്ന് കിട്ടി. നിങ്ങളുടെ എക്സാമിനേഷനിലെ ഓപ്ഷൻസ് ചിലപ്പോൾ 27/5 ലിറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അവരെങ്ങനെ തരും? ഇല്ലെങ്കിൽ അവർ ഡെസിമലിലോ അല്ലെങ്കിൽ ഫ്രാക്ഷനിലൊക്കെ തരും. നോക്കിക്കോളൂ. 25യുടെ കാര്യം പറയുമ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5 ആണ്, റിമൈൻഡർ 2 ആണ്. 5 2/5 ലിറ്റർ എന്ന് തരും. 5 2/5 ലിറ്റർ എന്ന് തരും. ഇല്ലെങ്കിൽ എന്ത് തരും? 5.4 ലിറ്റർ എന്ന് തന്നിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ 5.4 ലിറ്റർ കിട്ടിയത്? നോക്കിക്കോളൂ. 27 ഡിവൈഡഡ് ബൈ 5ന് ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 27/5. സോ ഞാൻ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനായി ഞാൻ കൺവേർട്ട് ചെയ്തപ്പം എനിക്ക് 5 2/5 ലിറ്റർ എന്ന് കിട്ടി. ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 5 ആണ്. 2 ഡിവൈഡഡ് ബൈ 5, 2നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.4 ആണ്. 20/5 എന്താണ്? 20/5 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ മുകളിൽ ആ ഒരു 0 നമ്മൾ കട്ടാക്കി കഴിഞ്ഞാൽ താഴത്ത് മുകളിൽ ആ ഒരു 0 നമ്മൾ കട്ടാക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 2 എന്ന് പറയുന്നത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റ് വരും, 0.4. അപ്പോൾ 5 + 0.4 എന്താണ്? 5.4. സോ ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതിനെ അവരെങ്ങനെ തന്നിട്ടുണ്ടാവും? ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. നമുക്കറിയാലോ ഈക്വൽ. ഇപ്പോൾ 2/4ഉം 3/6ഉം ഈക്വൽ ആണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻസ് യു ആർ ഗിവൺ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ടായിരിക്കും ഏത് ആൻസർ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In an army selection process, the ratio of selected to unselected was 3:1. If 60 less had applied and 30 less selected, then the new ratio is 5:1. How many applied for the process? How many applied for the process? Okay, നോക്കിക്കോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം അല്ലേ, പാസ്ഡ്, ഫെയിൽഡ്, അപ്ലൈഡ്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിമിലർ കാറ്റഗറിയിലുള്ളതാണ്. ഇവിടെ ആമിയുടെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ 3 കേസ് ഉണ്ട്. ഒന്ന്, അപ്ലൈ ചെയ്തവരെ ഞാൻ എ എന്ന് കൊടുക്കുവാണ്, സെലക്ട് ചെയ്തവരെ എസ് എന്നും അൺസെലക്റ്റഡിനെ യു എന്നും കൊടുക്കാം. അപ്പോൾ എനിക്ക് 2 കേസിലും അവർ തന്നിട്ടുള്ള റേഷ്യോ എന്താണ്? സെലക്റ്റഡ് ടു അൺസെലക്റ്റഡിൻ്റെ റേഷ്യോ ആണ്. ആദ്യം അവർ തന്നിട്ടുണ്ട് സെലക്റ്റഡ് ടു അൺസെലക്റ്റഡിൻ്റെ റേഷ്യോ 3:1 ആണ്. സോ സെലക്റ്റഡ് 3 ആണ്, അൺസെലക്റ്റഡ് എന്താണ് 1 ആണ്. സോ അപ്ലൈ ചെയ്തത് എത്ര പേരാണ്? 4 ആണ്. ഇത് റേഷ്യോയുടെ വാല്യൂ ആണ്. ഇനി
60 പേര് കുറച്ച് അപ്ലൈ ചെയ്യുകയും 30 പേര് കുറച്ച് സെലക്ട് ആവുകയും ചെയ്താൽ പുതിയ റേഷ്യോ എന്തായി? അതും നമുക്ക് എന്തിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്? സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് ആണ്, 5:1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെലക്റ്റഡ് 5 ആണ്, അൺസെലക്റ്റഡ് 1 ആണെങ്കിൽ അപ്ലൈ ചെയ്ത ആൾക്കാർ എത്രയായിരിക്കും? അപ്ലൈ ചെയ്ത ആൾക്കാർ 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ റേഷ്യോ വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ ഒന്ന് 60 ലെസ് ഹാഡ് അപ്ലൈഡ്, രണ്ടാമത്തത് 30 ലെസ് സെലക്റ്റഡ്. അപ്ലൈ ചെയ്തതും സെലക്ട് ചെയ്തതിൻ്റെയും ആക്ച്വൽ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. ചോദിച്ചതും നമ്പർ ഓഫ് അപ്ലൈഡ് ആണ്, എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എനിക്ക് ഈ അൺസെലക്റ്റഡ് തൽക്കാലം എനിക്ക് ആവശ്യമില്ല. ഈ അൺസെലക്റ്റഡ് ഞാൻ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യം അപ്ലൈഡും സെലക്റ്റഡുമാണ്. സോ അപ്ലൈഡിൻ്റെയും സെലക്റ്റഡിൻ്റെയും ഫസ്റ്റ് കേസിലുള്ള റേഷ്യോ 4:3 ആണ്, രണ്ടാമത് 6:5 ആണ്. ഇവിടെ രണ്ടും ലെസ് ആണ് തന്നിട്ടുള്ളത്. സോ രണ്ടും ലെസ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സൈൻ കൺവെൻഷൻ നമ്മളിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് ലെസ്സും ഒന്ന് എന്താ പറയുക ഇൻക്രീസും തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സയൻസ് കൺസിഡർ ചെയ്യേണ്ടത്. രണ്ടും ലെസ്സാണ് അല്ലെങ്കിൽ രണ്ടും ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് സയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, അപ്ലൈ ചെയ്തതിൽ 60 പേരാണ് കുറവ് ചെയ്ത്, സെലക്ട് ചെയ്തതിൽ 30 പേരാണ്. അപ്പോൾ ഞാനത് സോൾവ് ചെയ്യാം. 5 × 4 20 ആണ്, 20 - 3 × 6 18, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ എന്ത് കിട്ടും? 30 × 6 ചെയ്യുമ്പം 180 കിട്ടും. 180 - 300 അല്ലേ? യെസ്, 180 - 300. 2 ഈസ് ഈക്വൽ ടു 180 - 300 കിട്ടും. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. സോ 1 ഈസ് ഈക്വൽ ടു 90 - 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 60. 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. സോ 1 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടിയതുകൊണ്ട് നമ്പർ ഓഫ് അപ്ലൈഡ് ആണ് ചോദിച്ചത്. 4 × 60 ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 240. നമ്മളോട് ചോദിച്ചത് ഇനീഷ്യലി എത്ര പേര് അപ്ലൈ ചെയ്തു എന്നാണ്. ആക്ച്വലി എത്ര പേര് അല്ലെങ്കിൽ ഇനീഷ്യലി എത്ര പേര് അപ്ലൈ ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ 4 × ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇൻ കേസ് നമ്മളോട് ചോദിച്ചത് രണ്ടാമത്തെ കേസാണ് നമ്മളോട് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6ഉം 5ഉം മുകളിൽ എഴുതിയിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. 6ഉം 5ഉം മുകളിൽ എഴുതുക, 4ഉം 3ഉം താഴത്ത് എഴുതി സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ 6ൻ്റെ 1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ കാണാം? ഇതിൽ നിന്ന് നമുക്ക് 60 കുറയ്ക്കാം. രണ്ടാമത്തെ കേസിൽ 60 കുറയ്ക്കുമ്പോൾ 180 ആണ്. ഇനി സെലക്ട് ആയവരുടെ ആക്ച്വലി സെലക്ട് ആയവരുടെ എണ്ണം 3 × 60 180 ആണ്. അതിൽ 30 കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 150 കിട്ടി. അപ്പോൾ ഞാനിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് റേഷ്യോ ആണ് കിട്ടണേ? 6:5 ആണ് കിട്ടണേ. ഇനി അൺസെലക്റ്റഡ് ചോദിച്ചു എന്നിരിക്കട്ടെ, എത്ര പേര് അപ്ലൈ ചെയ്തു? 240. എത്ര പേരാണ് സെലക്ട് ആയത്? 180 ആണ്. സോ നമുക്ക് 60 കിട്ടും. ഇവിടെ അതേപോലെ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ടൈപ്പ് നമ്മുടെ ഫെയിലായ സ്റ്റുഡൻസ് അതേപോലെ പാസ്സായ സ്റ്റുഡൻസ്, ആ എക്സാമിനേഷന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഓൾറെഡി നമ്മൾ എന്താ പറയുക ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് വിട്ടിട്ട് ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അവർ ക്വസ്റ്റ്യൻ തരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കഥ അല്ലെങ്കിൽ എന്താ പറയുക അവർ ചോദ്യം ചോദിക്കണ രീതി അല്ലെങ്കിൽ അതിലവർ യൂസ് ചെയ്ത വേർഡ്സ് ഇതിലൊക്കെ അല്ലെങ്കിൽ അവർ അതിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് അല്ലെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യണ കോൺസെപ്റ്റ് വിട്ടിട്ടൊരു കോൺസെപ്റ്റിൽ അവർ എന്ത് ചോദിക്കില്ല? ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ക്ലിയർ ആയല്ലോ? യെസ്. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണ്ട്. ഒരുപാട് നമ്മൾ ആ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ആ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയണ ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ തന്നെ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 10-15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അതിൽ 15 ടൈപ്പാണെന്ന് നമുക്ക് പറയാം. അപ്പം ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സിമിലറായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. സിമിലറായ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. പല ടൈപ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രാക്ടീസ് കൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. സോ അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റിന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? യെസ്. ഓക്കെ.
A man divides his property so that his sons share to his wives and wives share to his daughters share are both in the ratio 3:1. If daughter gets rupees 10,000 less than son, the value of whole property is yes. നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു റേഷ്യോ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു എല്ലാ ലെവലിലുള്ള പ്രോബ്ലംസ് വെരി ഈസി തൊട്ട് വെരി ഹാർഡ് വരെയുള്ള എല്ലാ ലെവൽസിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ആ ഒരു ഇത് എത്തുമ്പോഴേക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പം നമ്മൾ ഈ ഒരു ഹോൾ സെഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് പല പല വീഡിയോസായിട്ടായി ഒരുപാട് വീഡിയോസായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യണേ. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. എല്ലാ വീഡിയോസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാവുണ്ടോ എന്താണ് ഏതാണെന്നൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കോൺസെപ്റ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി. നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സെഷൻസിൽ നമുക്കത് പറഞ്ഞു പോകാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ബാക്ക് ബോണാന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റേഷ്യോയുടെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പല ചാപ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞൊരു 1-2 പ്രോബ്ലംസ് ഏജസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഏജസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ എന്നാലും റേഷ്യോയിൽ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഏജസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റേഷ്യോ വിട്ടിട്ടൊരു കളിയില്ല ഏജസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് റേഷ്യോ. നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് നമ്മൾ കുറേ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റേഷ്യോ വെച്ച് ശരിക്കും പറഞ്ഞാൽ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ അവിടെ നമ്മൾ പഠിക്കണ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ഏത് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും? റേഷ്യോ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലുണ്ട്. ഏത് ചാപ്റ്റർ എടുത്താലും വർക്ക് ആൻഡ് വേജസ് ആയാലും അല്ലെങ്കിൽ വർക്ക് ആൻഡ് ടൈം ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്പർ ഓഫ് വർക്കേഴ്സ് ടൈം ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ ടൈം ഡിസ്റ്റൻസ് അല്ലെ ആ ഒരു സെക്ഷനിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയാലും DIയിലെ ക്വസ്റ്റ്യൻസ് ആയാലും പെർസെൻറ്റേജ് എന്നുള്ള ചാപ്റ്ററിലായാലും നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിലും യു ക്യാൻ ഫൈൻഡ് വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് ദി ചാപ്റ്റർ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ മാൻ ഡിവൈഡ്സ് ഹിസ് പ്രോപ്പർട്ടിയിൽ അയാളുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് അയാൾ ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡ് ചെയ്യണ സമയത്ത് ഹിസ് സൺസ് ഷെയർ ടു ഹിസ് വൈഫ്, 2 ഹിസ് ഉണ്ട്. ഹിസ് സൺസ് ഷെയർ ടു ഹിസ് വൈഫ്സ്. സണ്ണിൻ്റെ ഷെയറിന് ഞാൻ എസ് എന്ന് കൊടുക്കുക, വൈഫിൻ്റെ ഷെയറിന് ഞാൻ W എന്ന് കൊടുക്കുവാണ്. അത് ആർക്ക് ഈക്വലാണ്? വൈഫിൻ്റെ ഷെയർ ടു ഡോട്ടറിൻ്റെ ഷെയറിൻ്റെ റേഷ്യോക്ക് ഈക്വലാണ്. എന്താണ് അതിൻ്റെ വാല്യൂ? 3:1 ആണ്. എന്താണ് അതിൻ്റെ വാല്യൂ? 3:1 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡോട്ടറിന് കിട്ടിയത് സണ്ണിൻ്റെ ഷെയറിനേക്കാളും 10,000 rupees കുറവാണ്. അങ്ങനെയെങ്കിൽ ഹോൾ പ്രോപ്പർട്ടി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് സൺ ബൈ W അതായത് സൺ ബൈ വൈഫും വൈഫ് ബൈ ഡോട്ടറും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റിലേഷൻ തന്നിട്ടുള്ളത് ആരും തമ്മിലാണ്? ഡോട്ടറും സണ്ണും തമ്മിലാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഡോട്ടറും സണ്ണും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നും തന്നിട്ടില്ല. ഇവിടെ നമുക്ക് കമ്പൈനിങ് ദ റേഷ്യോസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. നോക്കിക്കോളൂ. സൺ ബൈ വൈഫ് എത്രയാണ്? 3/1. വൈഫ് ബൈ ഡോട്ടർ എത്രയാണ്?
3/1 അല്ലേ? അപ്പോൾ ഇവിടെ വൈഫ് 3 ആണ്, ഇവിടെ വൈഫ് 1 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വൈഫ് ഉണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ വാല്യൂ സെയിം ആക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ചെയ്യും. സോ സൺ ഈസ് ടു വൈഫ് ഈസ് ടു ഡോട്ടർ എന്ന് പറയുമ്പോൾ 1 3 9. ക്ലിയർ ആയോ? 9 3 1. പിന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഡോട്ടറിൻ്റെയും അതേപോലെ സണ്ണിൻ്റെയും വാല്യൂ ആണ്. 9 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 - 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 കിട്ടും. 9 - 1 = 8 ആണ്. 8 = 10,000. 8 = 10,000 ആണ്. ഓക്കെ, 8 = 10,000 ആണെങ്കിൽ 1 = 10,000/8 ആണ് അല്ലേ? 1 = 10,000/8 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100 × 100. 10,000 എനിക്ക് എഴുതാം 100 × 100. 8 എനിക്ക് എഴുതാം 4 × 2 അല്ലേ? 10,000 എനിക്ക് എഴുതാം 100 × 100. 8 എനിക്ക് എഴുതാം 4 × 2. ഡയറക്റ്റ് ആയിട്ട് 10,000 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയും ഡിവൈഡ് ചെയ്യാം. നോക്കിക്കോളൂ. 100 / 4 25 ആണ്. 100 / 2 50 ആണ്. 25 × 5 125. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ 1250. അപ്പോൾ 10,000 / 8 നമുക്ക് ഈസി ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്താലും ഇതേ കിട്ടുള്ളൂ. നോക്കിക്കോളൂ. 10 എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യമുണ്ട്. ഇവിടെ ബാലൻസ് 2 ആണ്. 20 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. ഇവിടെ ബാലൻസ് 4 ആണ്. 40 5 ടൈംസ് ഉണ്ട്. പിന്നെ 0 വരുമ്പോൾ 0 ആണ്. 1250. സെയിം ആൻസർ ആണ്. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അഡ്വൈസബിൾ ആയ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡാണ്. കാരണം നമുക്കറിയാം 100/4 25 ആണെന്നറിയാം, 100/2 50 ആണെന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. 25 × 5 നമുക്ക് എളുപ്പമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 25 × 4 100 ആണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഒരു 25 ആഡ് ചെയ്താൽ 125 കിട്ടും. അപ്പോൾ 125 × 5 25 × 5 ചെയ്യുമ്പോൾ 125 ആണ്. അപ്പോൾ 25 × 50 ആണെങ്കിൽ ഒരു 0യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഇവിടെ നമുക്ക് എന്താണ് 9 ടോട്ടൽ പ്രോപ്പർട്ടിയാണ് കാണാനുള്ളത്. 9 + 1 10 ആണ്. 10 + 1 13 ആണ്. 10 + 1 13 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. ഈ 13 നമുക്ക് എങ്ങനെ എഴുതാം? 1250 × 10 + 3 എന്ന് എഴുതാം അല്ലേ? 1250 × 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12500 എന്ന് കിട്ടും. ഇനി 125 × 3 ആണ്. 125 × 3 എന്ന് പറയുമ്പോൾ 125 × 125 250 ആണ് അല്ലേ? 125ൻ്റെ ഡബിൾ 250 ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 125 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 375 കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നോക്കിക്കോളൂ. 125 എന്താണ്? 25 × 5 ആണ്. 25 × 5 × 3. അപ്പോൾ നമുക്ക് 25 × 15 നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. 25 × 4 100 ആണ്. 25 × 8 200 ആണ്. 25 × 12 എന്താ പറയുക 300 ആണ്. 25 × 16 എന്താണ്? 25 × 16 400 ആണ്. ഈ 15 എന്ന് പറയുമ്പം 16നേക്കാളും 1 കുറവാണ്. അപ്പോൾ ഒരു 25 നമുക്ക് കുറയ്ക്കാം, 375. അല്ലെങ്കിൽ ഈ 15 എന്ന് പറയുന്നത് 12നേക്കാളും 3 കൂടുതലാണ്. അപ്പോൾ 300ൻ്റെ കൂടെ 25 × 3 ചെയ്യാം. 25 × 3 75 ആണ്. സോ 300 + 75 375. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 3750 എന്ന് കിട്ടും. 05 12 ബാലൻസ് 1 6. 16250 ഈസ് അവർ ആൻസർ. ക്ലിയർ ആയോ? ടോട്ടൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ്? 16250. ഓക്കെ, ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 16250. നിങ്ങളോട് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ സണ്ണിൻ്റെ വാല്യൂ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം? × 1250. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, കാരണം 9 ആണ്. സോ 10ൻ്റെ ചെയ്യാം, അതിൽ നിന്ന് 1ൻ്റെ മൈനസ് ചെയ്താൽ 05211. നമ്മുടെ ആൻസർ എന്താണ്? 11250. ഡോട്ടറിൻ്റെ കാര്യം വരുമ്പോഴോ, ഡോട്ടറിൻ്റെ 1 × 1250 ആണ്. 1250. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ വൈഫ് എത്രയാണ്? 3 × 1250 ആണ്. 3 × 1250 ആണ്. 3750. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം.
ഇല്ലെങ്കിൽ ഈ വാല്യൂവിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താണ്, 9 കൊണ്ട് ചെയ്തപ്പോഴാണ് ഈ ആൻസർ കിട്ടിയത്. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 3 × 1250 കിട്ടും. സോ ഇതിനെ നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിക്കോളൂ, 3 ആണ്, ബാലൻസ് 2, 7 ആണ്, ബാലൻസ് 1, 5, 0. ക്ലിയർ ആയോ? സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഏത് രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. യു ക്യാൻ ചൂസ് ദാറ്റ്. യെസ്, എത്ര സിമ്പിളായ രീതിയിൽ കണ്ടുപിടിക്കുന്നോ അത്രയും നമുക്ക് ടൈം കൺസംഷൻ കുറഞ്ഞു കിട്ടും. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് ടൈം വെറുതെ പോവും. സോ അങ്ങനെ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യണേ. നമ്പേഴ്സ് കൊണ്ടുള്ളൊരു കളിയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം 2 കാര്യമാണ്. ഒന്ന്, ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. സോ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2, നമുക്ക് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയണം. നല്ല രീതിയിൽ നമ്പേഴ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ 2 കാര്യത്തിലും നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ അത് 2നും കൂടെ ഉള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ക്ലിയർ ആവാൻ വേണ്ടി, ഐഡിയാസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഏത് കോൺസെപ്റ്റ് ആയാലും അതിൻ്റെ ഒരു ഡീപ്പായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡ്സും, എനിക്ക് തോന്നണ എല്ലാ മെത്തേഡ്സും ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ഈസിയായി ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യണ സമയത്ത് നമ്മുടെ ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ തൊട്ട് തന്നെ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പം ഈ രീതിയിൽ ചെയ്യാം, ആ രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ പറഞ്ഞു പോണ കാര്യങ്ങൾ നമുക്കിപ്പോൾ അത് നമുക്കൊരു തിയറി ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു തിയറി പോലെ നമുക്കത് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ പറയാറുണ്ട്, ഒരേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്പേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യണ സമയത്ത് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുമ്പം അവിടെ വന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമ്പേഴ്സ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. യെസ്, സോ ഇത് 2 നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ 2ലും സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്ട്രോങ് അല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമിക്കണേ. യെസ്, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാം ആൻഡ് ശ്യാം 5 years ago is 2:3, and the ratio after 5 years is 3:4. Find the sum of their present ages. Okay, find the sum of the present ages. അപ്പോൾ ഇവിടെ കുറേ പേര്, അതായത് നമ്മുടെ ഏജസ് എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കുറേ പേരുടെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിരിക്കും, ആദ്യം 5 കൊല്ലം മുമ്പ് 2 ആൾക്കാരുടെ കാര്യം തന്നിട്ടുണ്ട്. ഒന്ന് രാമും ഒന്ന് ശ്യാമുമാണ്. അവരുടെ റേഷ്യോ, ഏജിൻ്റെ റേഷ്യോ 2:3 ആണ്. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും, ഇത് 5 കൊല്ലം മുമ്പാണ്. സോ ഇത് പ്രസൻറ്റ് ഏജ് ആണ്. പ്രസൻറ്റ് ഏജ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ AB എന്നിരിക്കട്ടെ. ഇത് 5 കൊല്ലം മുമ്പാണ്, ഇത് പ്രസൻറ്റ് ഏജ് ആണ്. സോ 5 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ റേഷ്യോ 3:4 എന്നായി. കുറേ പേരുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു തോട്ടായിരിക്കും, അവരുടെ റേഷ്യോ എന്തുകൊണ്ടാണ് മാറിയത്, അല്ലേ? അവരുടെ റേഷ്യോ എന്തുകൊണ്ടാണ് മാറിയത്? അവരുടെ ഏജിൽ വന്ന ആ ഒരു ഡിഫറൻസ് സെയിം അല്ലേ? അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 2:3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാമിൻ്റെയും ശ്യാമിൻ്റെയും അല്ലേ ഏജ് 10 കൊല്ലം മുമ്പ് 20-30 ആണെന്ന് വിചാരിക്കുക. രാമിൻ്റെയും ശ്യാമിൻ്റെയും ഏജ് 10 കൊല്ലം മുമ്പ് ഇറ്റ് വാസ് 20 and 30. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ പറയുക, 10 കൊല്ലത്തിന് ശേഷം എന്ന് പറയുമ്പം
ഇവിടെ നോക്കിക്കോളൂ, ഇത് പ്രസൻറ്റ് ഏജ് ആണ്. പ്രസൻറ്റ് ഏജിനേക്കാളും 5 കൊല്ലം മുമ്പ്, പ്രസൻറ്റ് ഏജിന് ശേഷമുള്ള 5 കൊല്ലം. അപ്പോൾ മൊത്തം എത്രയാണ് ഡിഫറൻസ്? 10 ഡിഫറൻസ്. അപ്പോൾ 20 + 10 എന്ന് പറയുമ്പോൾ 30 ആണ്. 30 + 10 എന്ന് പറയുമ്പോൾ 40 ആണ്. അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്തായി? 3:4 ആയി. അപ്പോൾ രണ്ട് പേരുടെ ഏജിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. രണ്ടുപേരുടെയും ഏജസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കില്ല, പക്ഷെ അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ 40 ആയി. പിന്നെ ഇവിടെ എന്തായി? ഇവിടെ ഇപ്പോൾ 50 ആയി അല്ലേ? 40 ആയി, 50 ആയി. സോ ആ സമയത്ത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 10 ആണ്. കാരണം ആദ്യമേ അവരുടെ ഡിഫറൻസിൻ്റെ ഏജിൻ്റെ ഡിഫറൻസ് എന്താണ്? ആദ്യമേ അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 വർഷം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 40ൻ്റെ കൂടെ നമ്മൾ 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടും. 50ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 65 കിട്ടും. അപ്പോഴും ഏജിൻ്റെ ഡിഫറൻസ് എന്താണ്? 10 ആണ്. അപ്പോൾ രണ്ട് ആൾക്കാരുടെ ഏജ് ഡിഫറൻസ് അത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്ര കൊല്ലത്തിന് മുമ്പായാലും എത്ര കൊല്ലം കഴിഞ്ഞിട്ടായാലും അത് ഈക്വൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ 10 കൊല്ലവും മറ്റൊരാളുടെ 15 കൊല്ലവുമാണ് നമ്മൾ കൺസിഡർ ചെയ്യണതെങ്കിൽ ആ രണ്ട് ഏജസിൻ്റെയും ഡിഫറൻസ് ഈക്വൽ ആവില്ല. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 55 ആണ്, ഇയാളുടെ ഏജ് ഞാൻ 5 കൊല്ലം കഴിഞ്ഞെടുക്കുവാണ്, 60 ആണ്. ഓക്കെ, ഇയാളുടെ ഏജ് ഇപ്പോൾ ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞാണ്, ഇത് +5 ആണ്, ഇത് +10 ആണ്, 75 ആണ്. ആ സിറ്റുവേഷനിൽ അവരുടെ ഏജ് ഡിഫറൻസ് സെയിം ആവില്ല. അപ്പോൾ രണ്ടുപേരുടെയും നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഇയേഴ്സിന് മുമ്പുള്ള ഏജ് ആണ് കൺസിഡർ ചെയ്യണതെങ്കിൽ ആ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. യെസ്. അപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ, നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. രാമശ്യാമ് പ്രസൻറ്റ് ഏജിൽ നിന്ന് 5 കൊല്ലം മുമ്പ്, ഞാൻ പ്രസൻറ്റ് ഏജിനെ ഇപ്പോൾ A, B എന്നിവിടെ തൽക്കാലം കൊടുക്കുവാണ്. അപ്പോൾ 5 കൊല്ലം മുമ്പ് റേഷ്യോ 2 and 3 ആണ്. പ്രസൻറ്റ് ഏജിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ 3:4 ആണ്. ഇവർ തമ്മിലുള്ള ഈ ഒരു ഏജിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് അല്ലേ, ഇവർ തമ്മിലുള്ള ഈ ഏജിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതായത് ഇവിടെ നോക്കിക്കോളൂ, രാമിൻ്റെ 10 കൊല്ലം മുമ്പ് 20 ആണ്. 10 കൊല്ലം കഴിഞ്ഞ് അയാളുടെ എത്ര ഏജ് ആണ് കൂടുക? 10 ആണ് കൂടുക. കാരണം ഓരോ കൊല്ലം കഴിയുമ്പോഴും 1 ആണ് കൂടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് രാമിൻ്റെ പ്രസൻറ്റിൽ നിന്ന് 5 കൊല്ലം മുമ്പുള്ള ഏജും രാമിൻ്റെ പ്രസൻറ്റിന് 5 കൊല്ലം ശേഷമുള്ള ഏജിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ അത് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. സോ 10 ആണ്. ഇവിടെ എന്താണ്? 10 ആണ്. ക്ലിയർ ആയല്ലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. 4 × 2 8 ആണ്. 8 - 9 1 ആണ്. 1 = 10 × 3 എന്താണ്? 10 × 3 30 ആണ്. -40 10. 1 = 10 ആണ്. സോ 1 = 10 ആണെങ്കിൽ 5 കൊല്ലം മുമ്പ് 20 30 ആണ്. 5 കൊല്ലത്തിന് ശേഷം 30 40 ആണ്. ഇവിടെ 5 ആഡ് ചെയ്യുമ്പം 25 35. ഇവരുടെ സം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. ഇവരുടെ സം എന്താണ്? 60 ആണ്. ക്ലിയർ ആയല്ലോ? ഐദർ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം, ഐദർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ നോക്കിക്കോളൂ, ഇതൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഇല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഏജ് ഡിഫറൻസ് നമ്മൾ നോക്കുവാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഏജ് ഡിഫറൻസ് നോക്കിക്കോളൂ, സെയിം ആണ് അല്ലേ? രണ്ട് റേഷ്യോസിലെയും രണ്ടുപേരുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 - 2 ചെയ്യാം, അല്ലെങ്കിൽ 4 - 3 ചെയ്യാം. 3 - 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 - 2 = 1. ഇവർ തമ്മിലുള്ള ആക്ച്വൽ ഡിഫറൻസ് എന്താണ്? ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 = 10 എന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഡയറക്റ്റായി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് കണ്ടുപിടിക്കണതെങ്കിൽ നമ്മൾ റേഷ്യോയുടെ ഡിഫറൻസ് സെയിം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈക്വൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇവരുടെ ഈ റേഷ്യോ, ഏജസിൻ്റെ റേഷ്യോയുടെ ഡിഫറൻസ് സെയിം ആണോ എന്നുള്ളത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ സമയത്ത് ദർ ഈസ് നോ നീഡ് ഓഫ് ചെക്കിങ് ദാറ്റ്. അതല്ല നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യണതെങ്കിൽ അവരുടെ ഡിഫറൻസ് സെയിം ആണോ നോക്കുക, സെയിം അല്ലെങ്കിൽ സെയിം ആക്കുക. ക്ലിയർ ആയാലോ? അത് എപ്പോഴാണ് സെയിം നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1 = 10 എന്ന് കിട്ടി. 20 30 അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 25 35 ആണ്.
അതിൻ്റെ സം എടുക്കുമ്പോൾ 60 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ഏജസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. പറ്റുവാണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പാടെ തന്നെ നമുക്ക് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം, ഏജസ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കും അല്ലേ? യെസ്. അതിനുശേഷം നമുക്ക് പ്രോബബിലിറ്റി നോക്കാം. പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ നോക്കിയതിന് ശേഷം, പ്രോബബിലിറ്റിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ബാങ്ക് എക്സാമിനേഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബബിലിറ്റിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ ചോദിച്ച് കാണാറുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ നമ്മുടെ DIയിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ പ്രോബബിലിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് എന്തായാലും നമ്മൾ പ്രോബബിലിറ്റി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതൊരു മസ്റ്റാണ്. സോ നമുക്ക് റേഷ്യോ കഴിഞ്ഞ് നമുക്ക് ഏജസ് നോക്കാം. ഏജസ് കഴിഞ്ഞ് നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അതേപോലെ പ്രോബബിലിറ്റി കാര്യങ്ങൾ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് DI എന്നുള്ള ആ ഒരു ചാപ്റ്റർ നോക്കാം. എന്നോടൊരാൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു DI ചെയ്യാവുമെന്ന്. ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ നമുക്കതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായി മനസ്സിലാക്കിയിട്ട് DI പഠിക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ഉപകാരം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ DI പഠിക്കുമ്പോൾ ഇപ്പോൾ റേഷ്യോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ DI പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറയണ പോയിൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, അതേപോലെ റേഷ്യോ, പെർസെൻറ്റേജ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയ ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ DIയിൽ നമ്മൾ പറഞ്ഞു പോണ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. My grandfather is 8 times was 8 times older than me 16 years ago. He would be 3 times of my age 8 years from now. 8 years ago, what was the ratio of my age to that of grandfather?